ഗുഡ് മോർണിംഗ്. മാർച്ച് 24 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആണ്. ഈ വർഷത്തെ ട്യൂബർക്ലോസിസ് ഡേയോടനുബന്ധിച്ചുള്ള തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് TB, ഇൻവെസ്റ്റ്, കമ്മിറ്റ് ആൻഡ് ഡെലിവർ എന്നുള്ളതാണ്. 1882 റോബർട്ട് കോച്ച് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ട്യൂബർക്ലോസിസ് ഉണ്ടാക്കുന്ന അണുവായിട്ടുള്ള മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലൈ കണ്ടുപിടിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാർച്ച് 24 വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളിൽ പകരുന്ന ഒരു സാംക്രമിക രോഗമാണ് ട്യൂബർക്ലോസിസ് അഥവാ ക്ഷയരോഗം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കോവിഡാനന്തര കാലഘട്ടത്തിൽ ശ്വാസകോശത്തെയാണ് ഈ ട്യൂബർക്ലോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ശ്വാസകോശത്തെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ വേണമെങ്കിലും ഈ ട്യൂബർക്ലോസിസ് ബാധിക്കാം. തലച്ചോറിൻ്റെ ആഗിരണമായിട്ടുള്ള മെനിഞ്ചസ്, ലിംഫ് നോട്ട്സ്, ഇൻറ്റസ്റ്റൈന്, സ്പൈന്, ഏത് അവയവത്തെ വേണമെങ്കിലും ഇത് ട്യൂബർക്ലോസിസ് ബാധിക്കാം. ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആരിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ തൊട്ട് പ്രായമായവരിൽ ആരിൽ വേണമെങ്കിലും ട്യൂബർക്ലോസിസ് ബാധിക്കാം. പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ, പ്രത്യേകിച്ച് ക്യാൻസർ, HIV, ഡയാലിസിസ്, ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരെയാണ് ഇത് ധാരാളമായിട്ട് ബാധിക്കുന്നത്. എന്താണ് പ്രധാനപ്പെട്ട ലക്ഷണം? 2 ആഴ്ചയിലധികം തുടർച്ചയായിട്ട് വിട്ടുമാറാത്ത ചുമയ്ക്കുന്ന കഫത്തോടൊപ്പം രക്തം കാണുക, ശരീരത്തിൻ്റെ ഭാരം കുറയുക, വിശപ്പില്ലായ്മ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ശരീരത്തിൽ നല്ലതായിട്ട് ചൂടുണ്ടാവുക, ഒപ്പം നല്ല കലശലായ പനി. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ ട്യൂബർക്ലോസിസിനെ കണ്ടുപിടിക്കാം? മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഏത് അവയവങ്ങളെ ബാധിക്കുന്നതിനനുസരിച്ചാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. പ്രത്യേകിച്ച് കഫ പരിശോധന, സ്പ്യൂട്ടം AFB, സ്പ്യൂട്ടം കൾച്ചർ, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്റേ, CT സ്കാൻ, MRI തുടങ്ങിയ ഏത് ടെസ്റ്റുകളിലൂടെ വേണമെങ്കിലും ഇത് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുക? കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ അനുവർത്തിച്ചു പോന്നിരുന്നത് പോലെ തന്നെ മാസ്ക്, സാനിറ്റൈസേഷനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കുവാനായിട്ട് സാധിക്കും. കുട്ടികളിൽ വാക്സിനേഷൻ നിർബന്ധമായിട്ടും എടുക്കുക. അതേപോലെ തന്നെ ചുമയ്ക്കുമ്പോൾ മുഖം പൊത്തുക, അതുപോലെ കൈക്കുള്ളിലേക്ക് ചുമയ്ക്കുക, രോഗം ഉള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. നമുക്ക് അതുപോലെ തന്നെ ദേശീയ ട്യൂബർക്ലോസിസ് നിവാരണ പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ, അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിലൊക്കെ ഈ ട്യൂബർക്ലോസിസിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധ ശേഷി കുറവുള്ള രോഗികൾക്കും ഉൾപ്പെടെ ഇതിനെ പ്രതിരോധിക്കുവാനായിട്ടുള്ള മരുന്നുകൾ നൽകുന്നുണ്ട്. തുടർച്ചയായിട്ട് 6 മാസം തൊട്ട് 1 വർഷം വരെ നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ 6 മാസം തൊട്ട് 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സയുടെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഈ മരുന്നുകൾ കൊണ്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ, രോഗം എത്രത്തോളം കുറയുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ വർഷത്തെ ഈ ട്യൂബർക്ലോസിസ് ഡേയോടനുബന്ധിച്ചുള്ള തീം പോലെ തന്നെ യെസ് വി ക്യാൻ എൻഡ് TB, ഇൻവെസ്റ്റ്, കമ്മിറ്റ് ആൻഡ് ഡെലിവർ. എത്രയും പെട്ടെന്ന് ഈ സാംക്രമിക രോഗത്തെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ആരോഗ്യം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.